ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും കൃഷ്ണ ലവ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് എല്ലായ്പ്പോഴും നമ്മൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ അല്ലേ. ഇന്ന് നമുക്ക് സാധാരണയിൽ വെക്കുന്നതിനെ കുറച്ച് വ്യത്യസ്തമായിട്ട് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് നമുക്കിന്ന് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു 6-7 മുട്ട എല്ലാവർക്കും 2 നേരത്തേക്ക് വേണമെന്ന് വെച്ചിട്ട് ഒരു 6-7 മുട്ട എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 സബോള, അതായത് വലിയ ഉള്ളി, അതിൻ്റെ നമ്മൾക്ക് കിട്ടുന്ന അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് കേട്ടോ, ഒരു 6 വലിയുള്ളി, ഒരു 2 തക്കാളി, ഒരു 2 പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇതെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് ശേഷം അതെല്ലാം, പിന്നെ കുറച്ച് നാളികേരം വേണം, നാളികേര പാലെടുക്കാനായിരുന്നു. എന്നിട്ട് ഞാൻ അതിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് ചോപ്പറൊക്കെ ഉള്ളവരാണെങ്കിൽ നൈസായിട്ട് ചോപ്പ് ചെയ്യുക. ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് ചെറുതാക്കുകയാണ് ചെയ്തത്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടപ്പോൾ അത് നന്നായിട്ട് നൈസായിട്ട് വന്നു. അങ്ങനെ എല്ലാം ഞാൻ അരച്ച് വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി സബോള എല്ലാം അരച്ച് വെച്ചു. പച്ചമുളക് ഉണ്ടായിരുന്നത് 2 കീറി വെച്ചു. കറിവേപ്പില മല്ലിയില എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് അവസാനം ഇപ്പോൾ ഒരു ചീഞ്ചട്ടി എടുത്ത് അതിൽ എണ്ണ ചൂടാക്കി അതിലേക്ക് കുറച്ച് കടുക്, പിന്നെ ഇടുന്നത് പെരുംജീരകം, 2-3 ചെറിയ പട്ട, 2-3 ഗ്രാമ്പു, 2 ഏലക്ക, ഇതെല്ലാം കൂടിയിട്ട് പൊട്ടി വരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് കീറി വെച്ചതിടുന്നു. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി കറിവേപ്പിലയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ആ സമയത്ത് ഞാൻ കറിവേപ്പില നന്നായിട്ട് കറിയിൽ യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ഇടും, 2-3 സ്റ്റേജായിട്ട് ഞാൻ കറിവേപ്പില ഇടും കേട്ടോ. അപ്പോൾ ഈ 2-3 കുറച്ച് കറിവേപ്പില ആദ്യം ഇട്ടു. എനിക്ക് നല്ലോണം കറിവേപ്പില വേണം എപ്പോഴും കറികളിൽ. വേറെ എന്തിലെങ്കിലും ഞാൻ കറിവേപ്പില വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ അടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനിതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഞാൻ കുറച്ച് നേരം വഴറ്റും കേട്ടോ. അങ്ങനെ വഴറ്റി അപ്പം നമ്മൾ മുട്ടക്കറി എപ്പോഴും സാധാരണ കഴിക്കുന്നതല്ലേ. അപ്പം ഞാനിന്ന് നിങ്ങളൊന്ന് വെച്ച് നോക്കാമെന്ന് വെച്ചപ്പോൾ ഈ ഒരു രുചി നമുക്കറിയണമല്ലോ, എപ്പോഴും വെക്കുന്ന പോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വെക്കാന്ന് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വഴറ്റി കൊടുത്തു. അതിന് ശേഷം ഞാൻ പറയില്ലേ, ചോപ്പറുള്ളവരാണെങ്കിൽ ഓക്കെ, എനിക്ക് ചോപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മിക്സിയിലാണ് ഈ 6-7 സബോള ഞാൻ നന്നായിട്ട് 2-3 പ്രാവശ്യമായിട്ട് അരച്ചെടുത്തതാണ്. എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് വീണ്ടും വഴറ്റുകയാണ്. ഇനി നന്നായിട്ട് വഴറ്റണം കേട്ടോ. ഈ സബോളയുടെ കളർ നന്നായി മാറുന്ന വരെയാണ് ഇനി പണിയുള്ളത്. നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ. നല്ല പോലെ വഴറ്റി കുറേ നേരം, ഒരു 10-15-20 മിനിറ്റ്, 15 മിനിറ്റോളം എങ്ങനെയും നമ്മളത് വഴറ്റേണ്ടി വരും. നല്ല രീതിയിൽ വഴറ്റിയാലാണ് ആ കറിയുടെ ടേസ്റ്റ് നന്നായിട്ട് കൂടുക. എത്രത്തോളം സബോളയുടെ കളറൊക്കെ മാറി ബ്രൗൺ കളറായിട്ട് ഗോൾഡൻ കളറായിട്ട് വരുന്നോ അപ്പോഴാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക. എല്ലാ സാധനങ്ങളും ഇതിലിടുന്നത് നല്ല പോലെ വഴറ്റണം. ഞാൻ കുറച്ച് ടൈമിൻ്റെ ഒരു ഇതുള്ളതുകൊണ്ട് അധികം കൂടെ ആക്കിയിട്ടില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നന്നായി വഴറ്റണം കേട്ടോ. ഇത് സബോള ഇത്തിരി നന്നായിട്ട് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ഉപ്പിടാം. നമുക്ക് അറിയുമായിരിക്കും, ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ഞാനിത് വഴറ്റുന്നത് കേട്ടോ. അങ്ങനെ ഇത് വഴറ്റി കൊടുക്കുകയാണ് കണ്ടത്. ഇപ്പോൾ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വേഗം ആവാൻ വേണ്ടിയിട്ടായിരുന്നു ഞാനങ്ങനെ ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ടിരുന്ന് വഴറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല പോലെ വഴറ്റി അതിൻ്റെ കളറ് മാറുന്ന വരെ നല്ല പോലെ വഴറ്റണം. അങ്ങനെ വഴറ്റി കളറ് മാറുന്ന വരെ ക്ഷമയോടുകൂടി ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ വഴറ്റി വരുന്നുണ്ട്. നമ്മളെല്ലാം ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കിയ ശേഷം നമ്മൾ വെക്കാൻ തുടങ്ങി നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാനായിട്ട്. നാളികേരപ്പാൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നല്ലപോലെ വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വഴറ്റി അങ്ങനെ സബോള ഒരു ഇതൊക്കെ വഴണ്ടി വരുന്നതിന് വെച്ചിട്ട് അത് വളരെയധികം ചെറുതായിട്ട് നന്നായിട്ട് അതിൻ്റെ നമ്മളെ വോളിയം നന്നായിട്ട് കുറയും കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട അത്ര വോളിയം കാണില്ല. അങ്ങനെ നല്ലപോലെ ഇത് കുറച്ചും കൂടി വഴറ്റണം കേട്ടോ. ഞാൻ അത്ര കൂടെ ആക്കിയിട്ടില്ല. നല്ല പോലെ കളർ മാറണം. എന്നിട്ട് നമ്മൾ ഈ ടൊമാറ്റോ 2 ഉള്ളത് നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ,
അപ്പോൾ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി ടൊമാറ്റോയും കൂടി ഇതിൽ കിടന്നിട്ട് നല്ല പോലെ വഴഞ്ഞു വരണം. ഈ ടൊമാറ്റോ ഇതിലിട്ട് വഴറ്റി എണ്ണ നന്നായിട്ട് മുകളിൽ തെളിഞ്ഞ് വരുന്ന വരെ ഇത് വഴറ്റണം. ടൊമാറ്റോൻ്റെ ആ പച്ചമണം എല്ലാത്തിൻ്റെയും പച്ചമണമൊക്കെ മാറുന്ന വരെ നല്ല പോലെ വഴറ്റണം. അങ്ങനെ ടൊമാറ്റോയും കൂടി ഇട്ടിട്ട് അപ്പോൾ അതിന് നല്ലൊരു കളർഫുള്ളായിട്ടുണ്ടല്ലേ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റി ഇതിൽ എണ്ണ ഇങ്ങോട്ട് വരുന്ന വരെ അങ്ങോട്ട് വഴറ്റണം കേട്ടോ. അസലായിട്ട് നല്ല വഴറ്റണം. ഇത് ചിലപ്പോൾ ഇതിൽ കുറച്ച് മൂടിയൊക്കെ വയ്ക്കും. നമ്മൾ ഈ തക്കാളി വഴറ്റുന്ന സമയത്ത് കുറച്ച് അങ്ങനെ അടച്ചു വെച്ചിട്ടൊക്കെ ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തില്ല, തുറന്ന് വെച്ചിട്ട് തന്നെ വഴറ്റണേ. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നല്ലൊരു മണം വരും. എന്നിട്ട് ഇത് മൂടി വയ്ക്കാതെ തന്നെ നല്ലപോലെ വഴറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് വഴറ്റി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും ഞാനിതിൽ. അങ്ങനെ വഴറ്റണം കേട്ടോ. നല്ലതാണ്. ഈ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് വഴറ്റുക കേട്ടോ. നല്ലപോലെ വഴറ്റി അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരും നമുക്ക്. അത്രത്തോളം അത് വഴറ്റി നല്ലപോലെ വഴറ്റി വരണം കേട്ടോ. വഴറ്റിയിട്ട് അങ്ങനെ നമ്മൾ കുറച്ച് നേരം വഴറ്റണം. അങ്ങനെ ഒരു ഇത് വഴറ്റി കഴിയുമ്പോൾ നമ്മളതിലേക്ക് കുറച്ചൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.25 സ്പൂൺ മുളക് പൊടി, പിന്നെ 1 സ്പൂൺ ഗരം മസാലയും ചിക്കൻ മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് എല്ലാം പൊടികളും കൂടി ഒരുമിച്ച് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് തുടങ്ങി. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം അതിലേക്ക് മുട്ട കൂടി ഇടുന്നുണ്ട്. നമ്മൾ എടുത്ത് വെച്ച മുട്ട നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്ത ശേഷം ആദ്യം ഒന്ന് അടച്ച് വെക്കും. കുറച്ച് നേരം അടച്ച് വെച്ച ശേഷമാണ് ഞാൻ കാണിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇടുന്നില്ല. മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ. അതിൽ മല്ലിപ്പൊടി യൂസ് ചെയ്യാനാണ് ഈ കറി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാലപ്പൊടി എല്ലാം കൂടി വഴറ്റിയ ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ട കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മുട്ട കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ നാളികേരപ്പാൽ കുറച്ച് നേരം അടച്ച് വെച്ച് അതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് മുട്ടയൊന്നതായ ശേഷമാണ് നാളികേരപ്പാൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നാളികേരപ്പാൽ നമ്മൾ എടുത്ത് വെച്ചതിൽ ഒഴിക്കുമ്പോൾ കട്ടി തോന്നിക്കുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം കൺസിസ്റ്റൻസി വേണം കറിക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് പോരാ തോന്നുന്നത് ഞാൻ 3 പ്രാവശ്യം വെള്ളം കുറച്ച് ശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ തിളച്ച് ഒന്നും കൂടി വഴറ്റില്ല. നന്നായിട്ട് തിളക്കാൻ നന്നായിട്ടിരുന്ന് സിമ്മിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലാണെങ്കിലും ഈ കറി നന്നായിട്ട് തിളച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. പച്ച സ്മെല്ലോടുകൂടി എടുക്കാൻ പാടില്ല. നന്നായിട്ട് ഇത് നല്ലപോലെ തിളച്ച് വരുന്നത് ആദ്യം ഒന്ന് അടച്ച് വെക്കണം. അതിനുശേഷം അടപ്പ് തുറന്നിട്ട് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ സ്ലോ നമ്മുടെ ഏറ്റവും താണതിലുമായിട്ട് കുറച്ച് നേരം അതിട്ടിട്ട് ലൈറ്റായിട്ട് തിളച്ച് കറി എങ്ങനെ കുറുകി വരണം. കറി അങ്ങനെ തിളച്ച് അതിൻ്റെ എണ്ണ തെളിയുന്ന വരെ ഇതിടണം. അപ്പോൾ അതിന് ലാസ്റ്റ് കുറച്ച് അത് നമ്മൾക്ക് കുറച്ച് തിളച്ച് നല്ല ഇതായി തോന്നുമ്പോൾ നമുക്ക് എൻ്റെ ഒരു പൊടിക്കൈയാണ് ഞാൻ ലാസ്റ്റ് കുറച്ച് നമ്മുടെ ചിക്കൻ മസാല അതിൻ്റെ മുകളിലേക്ക് ഒരു മണത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പ്രാവശ്യം കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ സ്കിപ്പായി പോയതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടാണ് ഇടയിലൊരു ഫ്ലേവറിന് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയും കുറച്ചുകൂടി ഇടുന്നുണ്ട്, ഒന്നുകൂടി മണം വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിതിവിടെ നന്നായിട്ട് ചിക്കൻ മസാല നാച്ചുറലായിട്ട് പൊടിക്കുന്ന ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിച്ചിട്ടുള്ള പൊടിയാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ വീട്ടിലും നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കി വയ്ക്കാം കേട്ടോ. ഞങ്ങളിതിപ്പോൾ ഇതുപോലെ നാച്ചുറലായിട്ട് നമ്മൾ പൊടി കിട്ടുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചതായിരുന്നു യൂസ് ചെയ്യുന്നത്. നല്ല മണം, നല്ല ഫ്ലേവർ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും അതിന് നന്നായിട്ട് കറി നല്ല പോലെ ആ ടേസ്റ്റ് അതിലേക്ക് പിടിക്കുന്ന വരെ നമ്മൾ മുട്ടയിലേക്കും ഒക്കെ അങ്ങനെ ചേർന്ന് വരുന്ന വരെ നമ്മളത് ഞാൻ മുട്ട പൊട്ടിച്ചിട്ടോ അല്ലെങ്കിൽ മുറിച്ചിട്ടോ ഒന്നുമല്ല കേട്ടോ, മുട്ട അങ്ങനെ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട മുറിച്ചിട്ട് കൊടുക്കും. പക്ഷെ നമ്മൾ ഇത്രയും നേരം തിളപ്പിച്ചപ്പോൾ അത് മുട്ട മുറിച്ചിടുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വന്നിട്ട് അത് ആകെ കറിയിലേക്ക് സ്പ്രെഡായി മാറും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തത്. വേണമെങ്കിൽ വരഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ കട്ടൊക്കെ ആക്കി ഇട്ട് കൊടുത്താൽ അതിലേക്ക് കുറച്ചും കൂടി പിടിക്കും. ഞാനിങ്ങനെ തന്നെ മതി എന്ന് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഇട്ടതാണ് കേട്ടോ. നല്ലപോലെ കറി തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ അതിൻ്റെ കളറ് മാറിയിട്ട് നല്ലൊരു ഇതായിട്ട് മാറും. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല നീറ്റായിട്ട് കറി വരും കേട്ടോ.
അപ്പോൾ അങ്ങനെ നല്ലൊരു ടേസ്റ്റ്, നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ ഇട്ട സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് കുറഞ്ഞ് ഞാൻ അത് കറക്റ്റായിട്ട് ഇട്ടത് ആദ്യത്തെ സവോള വഴറ്റുന്ന സമയത്തും പിന്നീട് തക്കാളി ചേർത്ത് കുറച്ച് വഴറ്റിയ ശേഷമാണ് ഞാൻ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു. നിങ്ങൾക്ക് ആ ഇടുന്നത് ഉപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ ലാസ്റ്റ് സ്റ്റേജിന് നമ്മൾ ഇറക്കുന്നതിനേക്കാൾ കുറച്ച് മുമ്പായിട്ട് തന്നെ കറിയിൽ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് നമുക്ക് വീണ്ടും പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ എന്നിട്ട് നല്ല ഫ്രഷ് കറിവേപ്പില, ഞാൻ പറഞ്ഞേ എൻ്റെ ഏറ്റവും വലിയൊരു ടിപ്പാണ്, എൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഈ കറിവേപ്പില. അത് ഞാൻ അങ്ങോട്ട് കൊടുത്തു കേട്ടോ. ഇവനങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് ഒരു പ്രത്യേക മണം അങ്ങോട്ട് അടിക്കും കേട്ടോ. ഈ കറിവേപ്പില ലാസ്റ്റ് ചേർക്കുമ്പോൾ അതിൻ്റെ കറിയുടെ ഒരു ടൈപ്പ്, ഒരു സംഭവം തന്നെ അങ്ങോട്ട് മാറാതാ. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചോറിൻ്റെ കൂടെ നമ്മൾ നല്ലൊരു മുട്ടക്കറി, പിന്നെ ശേഷം മോന് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് കുറച്ച് പൊട്ടാറ്റോ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടിയാണ് ചേർത്ത്